നമസ്കാരം. എനിക്ക് 36 വയസ്സുണ്ട്. ഏകദേശം ഇ കെ നായനാരുടെ മന്ത്രിസഭ തൊട്ടുള്ള മന്ത്രിസഭകൾ എനിക്ക് ഓർമ്മയുണ്ട്. മൊത്തം ഓർമ്മയുണ്ടെന്നല്ല, ഈ പുള്ളി ആ ഫോൺ ഇൻ പ്രോഗ്രാമൊക്കെ നടത്തുന്ന ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എഫിഷ്യന്റ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത 2 സർക്കാരുകളാണ് ഈ കഴിഞ്ഞ എൽ.ഡി.എഫിൻ്റെ 2 സർക്കാരുകൾ. ഞാനത് പറയുന്നത് പ്രധാനമായിട്ടും ആ കാലയളവിൽ നടന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഉണ്ട്. കേരളത്തിൻ്റെ ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു എല്ലാ കാലത്തും ഈ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു 80% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ ശമ്പളത്തിനും പെൻഷനും മറ്റ് സാമൂഹ്യക്ഷേമ കാര്യങ്ങൾക്കും വേണ്ടി. സ്വാതന്ത്ര്യാനന്തരം വന്ന ഇടത് വലത് സർക്കാരുകൾ ഈ സ്പെൻഡിങ് കുറച്ചിട്ടില്ല. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ബാക്കിയുള്ള 10-20% ആണ്. നമ്മൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ്റെ ടേംസിൽ നോക്കുക എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ GDP, അതായത് GSDPയുടെ 2% താഴെയാണ് നമ്മളെപ്പോഴും ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നീക്കിയിരുത്തുന്നത്. ബാക്കി സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറവാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഈ ഫണ്ടില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാലത്തും കേരളീയർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ റോഡില്ല, കെട്ടിടങ്ങളില്ല, ഇൻഡസ്ട്രികളില്ല, അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പുറത്തു പോയി ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത്. അതിൽ വാസ്തവം ഉണ്ടെന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഈ 80% ഉള്ള സാമൂഹിക ക്ഷേമത്തിൻ്റെ അളവ് കുറയ്ക്കണമെന്നൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനെ പൂർണ്ണ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അതേ കണക്ക് സ്കിൽഡും എഡ്യൂക്കേറ്റഡും ഒക്കെ ആയിരിക്കണം. നമ്മളെല്ലാ കാലത്തും ഹെൽത്തിലും എഡ്യൂക്കേഷനും ഒക്കെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണ്. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം, 80% ഈ സാമൂഹികക്ഷേമ പരിപാടിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്കുള്ളത് ബാക്കി 10-20%. അതൊരിക്കലും അഡിക്വേറ്റ് അല്ല. നമ്മൾ സ്റ്റേറ്റിൻ്റെ GSDP വെച്ച് നോക്കുമ്പോൾ തന്നെ 2% താഴെയാണ്. പിന്നീട് ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെയ്യാൻ നോക്കുന്ന കാര്യം വായ്പ എടുക്കുക എന്നുള്ളതാണ്. ഒരു വർഷം നമുക്ക് നമ്മുടെ GSDPയുടെ 3% താഴെ വായ്പ എടുക്കാനൊക്കെ. നമ്മുടെ മൊത്ത കടം 30% താഴെയായിരിക്കും. അപ്പോൾ ഈ വായ്പ എടുക്കുന്നതിനും പരിധികളുണ്ട്. അത് നമുക്ക് തോന്നുന്ന കണക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ വായ്പ എടുക്കാനും പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എല്ലാ കാലത്തും മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം നമ്മുടെ ഈ ഫണ്ടില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ ഫെഡറൽ സർക്കാരുകൾ വഴുതി വീഴാവുന്ന ഒരു ട്രാപ്പാണ് ഈ ബ്ലെയിം ഗെയിം എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് സെൻറ്ററിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, സെൻറ്റർ സ്റ്റേറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എന്തെങ്കിലും ശരിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ആൾക്കാർ കടിപിടിയായിരിക്കും. അതുകൊണ്ട് സിറ്റിസൻസ് എന്ന രീതിയിൽ നമുക്ക് ഗുണകരമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഫണ്ടില്ലെന്ന് പറയാൻ എളുപ്പമാണ്. ക്രിയേറ്റീവായിട്ട് ഫണ്ട് കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിരിക്കണം നല്ല ലീഡേഴ്സ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് കിഫ്ബിയിലൂടെ ആദ്യം പിണറായി സർക്കാർ ചെയ്തത്. നമുക്ക് നേരത്തെ വായ്പ എടുക്കുന്നതിന് പരിധികളുണ്ട്. ആ പരിധി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണുള്ളത്. ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് വായ്പ എടുക്കുന്നതിനാണ് ആ പരിധിയുള്ളത്. ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് RBIയുടെ നിന്നും നാഷണലൈസ്ഡ് ബാങ്ക്സിൽ നിന്നൊക്കെ വായ്പ എടുക്കുന്നതിനാണ് ആ പരിധിയുള്ളത്. പക്ഷേ ഈ ഗവൺമെൻറ് വേറൊരു കാര്യം ചെയ്യും. അതായത് ഗവൺമെൻറ് തന്നെ ഒരു എൻറ്റിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബോർഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു PSU ഉണ്ടാക്കുക. ഈ PSUവിനെ കൊണ്ട് വായ്പ എടുപ്പിക്കുക. ഇപ്പം ഉദാഹരണത്തിന് കേരളം കിഫ്ബി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി. ഈ സ്ഥാപനത്തെ കൊണ്ടാണ് നമ്മൾ ലോൺ എടുപ്പിക്കുന്നത്. ആ ലോണിന് ഗ്യാരണ്ടിയറായിട്ട് നിൽക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. പക്ഷേ ആ സ്ഥാപനമാണ് തത്വത്തിൽ ലോൺ എടുക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമായിട്ട് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ സീലിംഗ് ബാധകമാകാതെ വരും. അതായത് നമുക്ക് ഈ വായ്പയുടെ പരിധി ബാധകമാകാതെ വരും. അതൊരു വർക്ക് അറൗണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെയാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ റൂള് ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു വർക്ക് അറൗണ്ടാണ്. ഈ വർക്ക് അറൗണ്ടാണ് ഈ കിഫ്ബി. ഇപ്പോൾ ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞെങ്കിലും കിഫ്ബി ഒരു കേരള സർക്കാർ കണ്ടുപിടിച്ച ഒരു സംഭവമൊന്നുമല്ല. ഇങ്ങനെ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്ന കമ്പനികളെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് എന്നാണ് പറയുന്നത്. അപ്പം കേരള സർക്കാരിൻ്റെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് ഈ കിഫ്ബി. കിഫ്ബി 2016 എന്ന് പറയുമ്പോഴും ഇത് ഉണ്ടാക്കിയത് 2016 ഇത് 1999 ഇ കെ നായനാരുടെ മന്ത്രിസഭയിലാണ് ഇത് ഉണ്ടാക്കപ്പെട്ടത്. അന്ന് അതിനൊരു പ്രശ്നമുണ്ട്. അന്നത്തെ പ്രശ്നം എന്തുവെന്ന് പറഞ്ഞാൽ, കിഫ്ബി ഈ ലോൺ എടുക്കുന്നത് സംസ്ഥാന ട്രഷറിയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ട്രഷറിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ട്രഷറിയിലെ ദൈനംദിന ചിലവുകളൊക്കെ ഈ പൈസ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലോൺ എടുത്ത പൈസയിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളൊന്നും നടന്നില്ല. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ഓട്ടോറിക്ഷ വാങ്ങാൻ ലോൺ എടുത്തു. ഈ ഓട്ടോറിക്ഷ വാങ്ങി ഓട്ടോ ഓടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കുകയും ചെയ്യാൻ നമ്മുടെ ദൈനംദിന ചിലവും കഴിയും. അതിന് പകരം നമ്മൾ ഈ ലോൺ എടുത്ത് നമ്മുടെ ദൈനംദിന ചിലവുകൾ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോ വാങ്ങാനും ഒക്കത്തില്ല, ഈ ലോൺ തിരിച്ചടയ്ക്കാനും ഒക്കത്തില്ല. അതൊരു കെണിയാണ്. അത് ഭാവിയിൽ നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഏകദേശം അതേ കണക്കാണ് നടത്തുന്നത്. വളരെ മിനിമലായിട്ടുള്ള എമൗണ്ടേ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യാനൊത്തുള്ളൂ. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അധിക വായ്പ എടുത്തതെന്നും. പിന്നെ അത് ഒരു ഡോമൻ്റ് ഫേസിലിരുന്നതാണ്. 2016 ആദ്യം പിണറായി സർക്കാർ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു റിവാമ്പിങ് ഉണ്ടായത്. ഇവർ കുറേ ചട്ടങ്ങളൊക്കെ പരിഷ്കരിച്ച് അതിനകത്ത് നിന്ന് എടുക്കുന്ന പൈസ കർശനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റേഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്ന രീതിയിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ഈ അതിൻ്റെ പൈസ ട്രഷറിയിലേക്ക് കൊടുക്കാതെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് കിഫ്ബി വഴി എടുക്കുന്ന പൈസ ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ കർശനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഫെസിലിറ്റേഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്നുള്ള ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി. ഈ കിഫ്ബി വഴി ഫണ്ട് ചെയ്ത പ്രോജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹൈവേയുടെ വീതി കൂട്ടുന്ന പരിപാടിയാണ്. ഇവിടെ വസ്തുവില ഭയങ്കര കൂടുതലാണ്. ഇത്രയും പൈസ കൊടുത്ത് വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ മുതലാകത്തില്ല, ഇത് ഫൈനാൻഷ്യലി വയബിൾ അല്ല എന്നൊക്കെ പറഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടുന്ന് ഓഫീസും പൂട്ടി അങ്ങ് പോയതാണ്. അപ്പം എല്ലാ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നും കേരളയുടെ എല്ലാ പ്രോജക്ട്സും അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരു ഡെഡ് ലോക്കിൽ നിൽക്കുന്ന സമയത്താണ് കേരള സർക്കാർ 25% ലാൻഡ് അക്വിസിഷന്റെ ഇത് ബെയർ ചെയ്തോളാം. ഏകദേശം 6,000 കോടി രൂപ. അത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച ഒരു വലിയ പൈസയാണ്. 6,000 കോടി രൂപ കേരള സർക്കാർ ബെയർ ചെയ്തോളാമെന്ന് പറഞ്ഞ് നിതിൻ ഗഡ്കരിയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി 4 തവണ മീറ്റ് ചെയ്തതിന്റെ ഫലത്തിലാണ് ആ പണി വീണ്ടും തുടങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് പവർ കട്ടില്ല എന്ന് പറയുന്നത്. പവർ കട്ടില്ലാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ ഇൻട്രാ സ്റ്റേറ്റ് പവർ കോറിഡോറിൽ ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റാണ്. സെൻട്രലിന്റെ ഗ്രിഡിൽ നിന്ന് ലഭിക്കുന്ന കറണ്ട് എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അത്ര ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കുറവായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും വോൾട്ടേജ് ഡിപ്പും പവർ കട്ടും ഒക്കെ വേണ്ടി വന്നിരുന്നത്. ഇപ്പം നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പൈസ അത് ട്രാൻസ്ഗ്രിഡ് എന്ന് പറഞ്ഞ് അത് കിഫ്ബിയാണ് KCBക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് പവർ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം KCB അത് ചെയ്തതുകൊണ്ടാണ് നമുക്ക് പവർ കട്ട് ഒഴിവായി കിട്ടിയത്. അതേപോലെ തന്നെ ഹെൽത്ത് സെക്ടറിൽ നടന്നിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പുതിയ പുതിയ ആശുപത്രികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, അതേപോലെ എഡ്യൂക്കേഷൻ സെക്ടറിൽ നടന്നിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ എക്സ്പാൻഷൻ, നമ്മൾ പുതിയ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയുള്ള സകല പ്രവർത്തനങ്ങൾക്കും ഫണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കിഫ്ബിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കിഫ്ബിയെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ഒരു പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് കടമെടുത്ത പൈസയില്ല, ഇത് കേരളം ഒരു വലിയ കടക്കണിയിലേക്കാണോ പോകുന്നത്, ഇത് എവിടെ ചെന്ന് എത്തും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റാണ്. ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റിട്ടേൺ ഉണ്ട്. ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ഇത് പ്രകാരം ഒരു ഹൈവേയിൽ നമ്മൾ ₹1 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2.25 രൂപയായിട്ട് തിരിച്ചു കിട്ടും. റെയിൽവേ ലൈനിൽ ₹1 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ₹5 തിരിച്ചു കിട്ടും. അങ്ങനെ ഓരോരോ ഇൻഫ്രാസ്ട്രക്ചറിനും ഇത്ര രൂപ തിരിച്ചു കിട്ടും എന്നുള്ളൊരു കണക്കുണ്ട്. ഈ ₹1 ഇടുമ്പോൾ 2.25 രൂപയായിട്ട് കിട്ടുന്നത് ടോൾ വഴി കിട്ടുന്ന ഇതല്ല. മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു വികസനത്തിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഹൈവേ വരിക എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ വലിയ വലിയ കടകൾ വരും. കടകളിൽ ആൾക്കാർക്ക് ജോലി കിട്ടും, ചുറ്റുമുള്ള വസ്തുക്കളുടെ വില കൂടും. അപ്പം അത് വിനിമയം ചെയ്യുമ്പം സർക്കാരിന് ടാക്സ് കൂടുതൽ കിട്ടും, ആൾക്കാരുടെ ജീവിത നിലവാരം കൂടും, അപ്പോൾ അവരുടെ സ്പെൻഡിങ് പവർ കൂടും. മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ക്യുമുലേറ്റീവ് ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് പ്രകാരം സർക്കാരിന് ഏകദേശം ₹1 2.25 കിട്ടുമെന്നാണ് കണക്ക്. അപ്പോൾ ഓരോ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അത് ഫൈനാൻഷ്യലി വയബിൾ ആകും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് റിട്ടേൺ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ കിഫ്ബി ഫോളോ ചെയ്യുന്ന ഒരു കൺട്രോൾഡ് ലിവറേജ് മെത്തേഡാണ്. അതെന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് കിഫ്ബി കടം എടുക്കുന്നുണ്ടെങ്കിലും ഈ പൈസ യഥാർത്ഥത്തിൽ തിരിച്ചടയ്ക്കേണ്ടത് സംസ്ഥാനം തന്നെയാണ്. അപ്പോൾ സംസ്ഥാനം എങ്ങനെയാണ് അത് തിരിച്ചടയ്ക്കുന്നത്? സംസ്ഥാനം അത് തിരിച്ചടയ്ക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50%, നമ്മുടെ പെട്രോളിന് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സെസ്സും വെച്ചിട്ടാണ്. ഈ മോട്ടോർ വെഹിക്കിളിൽ നിന്ന് കിട്ടുന്ന ടാക്സും ഈ സെസ്സും കൂട്ടി എത്ര രൂപ EMI അടച്ചു കഴിഞ്ഞാൽ എത്ര രൂപ ലോൺ കിട്ടും, അത്രയും രൂപ മാത്രമേ അതിന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് തോന്നുന്ന കണക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കിഫ്ബിക്ക് ലോൺ കൊടുക്കുന്നത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും അവരുടെ റീപേയ്മെൻറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് റീപേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ റീപേയ്മെൻറ്റ് ഫീസിബിൾ ആണോ തുടങ്ങിയ ഫീസിബിലിറ്റി സ്റ്റഡീസ് ഇവരുടേതായിട്ടുള്ള ഒരുപാട് വെറ്റിങ്ങിനൊക്കെ ശേഷമേ അവർ ലോൺ അനുവദിക്കത്തുള്ളൂ. സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലോൺ വെറുതെയും കിട്ടത്തില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ 2 സ്ഥാപനങ്ങൾ ലോണിന് അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിനും ഒരേ കണക്ക് കിട്ടത്തില്ല. ഏതാണോ നല്ലോണം ഫൈനാൻഷ്യലി പെർഫോം ചെയ്യുന്നത് അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മുടെ സിബിൽ സ്കോർ പരിശോധിക്കാറില്ല. അതായത് ഇയാളുടെ ക്രെഡിബിലിറ്റി എന്താണ്, ഇയാൾ നേരത്തെ ഉള്ള ലോണുകളൊക്കെ അടച്ചിട്ടുണ്ടോ. അപ്പോൾ അതേപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു റേറ്റിംഗ് ഉണ്ട്. ഈ റേറ്റിംഗ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നതാണ്. അവരുടെ ഫൈനാൻഷ്യൽ ഹെൽത്തും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്തും ഓപ്പറേഷണൽ ഹെൽത്തും ഒക്കെ നോക്കിയിട്ട് കൊടുക്കുന്ന റേറ്റിംഗ് ആണ്. അങ്ങനെ AA റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനമാണ് കിഫ്ബി. അപ്പം അതിൻ്റെ ഫൈനാൻഷ്യൽസ് ഹെൽത്തി എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. അത് പൊളിറ്റിക്കലി നമുക്കത് കിട്ടത്തില്ല. അത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന ഒരു റേറ്റിംഗ്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനാണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത്. അപ്പോൾ ഇത് ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ, ഇവർ പറയുന്ന രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ പണിയുന്നുണ്ടോ എന്നൊക്കെയുള്ള വെറ്റിംഗ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന് ഒരു ഹൗസിംഗ് ലോൺ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ എല്ലാ ഫേസസിലും ബാങ്ക് വന്ന് നോക്കി ഇയാൾ വീട് പണിയുന്നുണ്ടോ, ഇയാൾ കൃത്യമായിട്ടാണോ പണിയുന്നത് എന്നൊക്കെ നോക്കി അവർക്ക് തൃപ്തിപ്പെട്ടാൽ മാത്രമേ അവർ ലോണിൻ്റെ ബാക്കി ഡിസ്പേഴ്സ് ചെയ്യത്തുള്ളൂ. ഇതുപോലൊക്കെയുള്ള സ്റ്റേജസ് ഇവിടെയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് കിഫ്ബി കുറേ കൂടെ സ്റ്റാറായിരുന്നു. അന്ന് ഈ മസാല ബോണ്ടൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്താണ് മസാല ബോണ്ടെന്ന് അറിയത്തില്ല. കേരളം കടക്കണിയിലേക്ക് പോവുകയാണ്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി നമ്മളെന്തോ പരിപാടി കാണിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതായത് നാട്ടുമ്പുറത്ത് പണ്ട് നമ്മൾ ബ്ലേഡ് പരീക്ഷയ്ക്ക് പൈസ കടമെടുക്കുമ്പോൾ ഒരു ₹1 റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുമായിരുന്നു. ഞാൻ ഇന്ന ദിവസം അത് തിരിച്ചടച്ചോളാം, ഇത്ര പലിശയോട് ചേർത്ത് അടച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോമിസറി നോട്ടെന്നായിരുന്നു അതിന് പറയുന്നത്. ഈ ഒരു പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തിട്ടായിരുന്നു നമുക്കൊന്നും കൊളാട്രലൊന്നും വെക്കാനില്ലാത്ത ഒരു ബ്ലേഡ് പലിശയ്ക്ക് പൈസ വാങ്ങിയത്. ഏകദേശം അതേ കണക്കൊരു പ്രോമിസറി നോട്ട് സർക്കാർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ബോണ്ടെന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് സാധാരണ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇന്ന ദിവസം അത് തിരിച്ചു തന്നോളാം, ഇത്ര ശതമാനം പലിശ വർഷം തന്നോളാം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ തരുന്ന, അല്ലെങ്കിൽ ഏതായാലും സർക്കാർ തരുന്ന ഒരു പ്രോമിസറി നോട്ടിനെയാണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മണി മാർക്കറ്റിൽ ഈ ബോണ്ട് കൊടുത്തിട്ട് അവിടുന്ന് പണം സ്വീകരിക്കുകയുണ്ടായി. ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് പൈസ എടുക്കാൻ നമുക്ക് ഡോളറിലെടുക്കാം, യൂറോയിലെടുക്കാം, അങ്ങനെ ഏത് കറൻസി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ഡോളറിലെടുത്ത ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ $1,000 എടുക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ മുതലെന്ന് പറഞ്ഞാൽ 80,000 രൂപയാണ്.
അപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡോളറിന് 95 രൂപ. അപ്പോൾ ഈ മുതൽ തന്നെ 95,000 രൂപയായി. നമുക്ക് അതിൻ്റെ പുറമെ പലിശ അടയ്ക്കുകയും കൂടെ വേണം. റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുതൽ തന്നെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഡോളറിൻ്റെ എടുക്കാനുള്ള ഒരു പ്രശ്നം. അപ്പം നമ്മൾ 80,000 രൂപയെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുതൽ 80,000 എപ്പോഴും 80,000 ലോക്ക്ഡായിരിക്കും. അത് വളരെ നമ്മൾ അങ്ങനെ രൂപയെ കടമെടുക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇതാരിട്ട പേരാണെന്നൊന്നും എനിക്കറിയത്തില്ല, നല്ല ഉള്ള പേര്. അങ്ങനെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണ്ട് 9.7% ആയിരുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്നും പറഞ്ഞ് അന്ന് വലിയ പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ ഇന്ത്യൻ റുപ്പീസിലാണ് പൈസ എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. കാരണം ഈ റുപ്പി തന്നെ 4-5% ഓരോ വർഷവും താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്നതൊക്കെ മോലാവണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അതിലും കൂടുതൽ വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ 2024 കടം തിരിച്ചടച്ചു. ആ ചാപ്റ്റർ ക്ലോസ് ആയി. ഇപ്പം കിഫ്ബി പൂർണ്ണമായിട്ടും ഇത് ചെയ്യുന്നത് ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്ക്സിൽ നിന്നും ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഒക്കെയാണ്. എല്ലാ വീഡിയോയുടെ അവസാനം പറയത്തില്ല എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ലെഫ്റ്റ് വിങ് ലിബർട്ടേറിയൻ അനുഭാവമുള്ള ഒരാളാണ് ഞാൻ. എന്നാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഫാക്ച്വലായിട്ടുള്ള എറർ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് തെറ്റോ എൻ്റെ പെർസെപ്ഷൻ തെറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിൽ പറയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും അടുത്ത ഏത് പാർട്ടി ഭരിച്ചാലും ജനങ്ങളെന്ന രീതിയിൽ ഹെൽത്ത് സെക്ടറിൽ ശക്തമായിട്ടുള്ള എംഫസിസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് മൾട്ടി മില്യൺ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ചെയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മണി മേക്കിംഗ് മൈൻഡോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ മാർക്കറ്റ് ഇവാഞ്ചലിസ്റ്റുകൾ പറയുന്നത് ഇത് ഒരു മാർക്കറ്റ് എക്കോണമിയാണ്. അപ്പം ആ കോമ്പറ്റീഷൻ നമ്മുടെ പ്രൈസ് താഴ്ത്തി വെക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റില്ല. ആൾക്കാർ ഭീതി വ്യാപാരം നടത്തുന്നതെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ കാരണം പ്രൈസ് കുറഞ്ഞിട്ടൊന്നുമില്ല. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വിത്തൗട്ട് ഇൻഷുറൻസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല അവിടുത്തെ ഹെൽത്ത് കെയർ. ഇവിടുത്തേനേക്കാളും കുറച്ചുകൂടെ ഒക്കെ സിസ്റ്റംസ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പോലും അത് വർക്കൗട്ട് ആയിട്ടില്ല. അപ്പം ഒരു പബ്ലിക് ഹെൽത്ത് കെയർ, ഒരു അഫോർഡബിൾ പബ്ലിക് ഹെൽത്ത് കെയർ ഉള്ളത് നമുക്ക് വലിയൊരു ആവശ്യമാണ്. കാരണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വാല്യൂ ഫോർ മണി നോക്കിയല്ല ഹെൽത്തും എഡ്യൂക്കേഷനും ചൂസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിയെ ഒരു സ്കൂളിൽ വിടുമ്പോൾ അവിടുത്തെ മാസ ഫീസ് 5,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ 5,000 രൂപയ്ക്ക് അവൻ പഠിക്കുന്നുണ്ടോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ വിടുന്നത്. നമ്മുടെ കയ്യിൽ 5,000 രൂപ ഉണ്ടായിരുന്നിട്ടും നമ്മൾ അവനെ അവിടെ വിടാതിരുന്നാൽ ഭാവിയിൽ അവനെ അതുകൊണ്ട് അവൻ പിന്നിലായി പോകുമോ എന്നൊക്കെയുള്ള ആശങ്കയും ഭയവുമാണ് മിക്ക രക്ഷിതാക്കളെയും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പൈസ കൊടുത്ത് പിള്ളേരെ സ്കൂളിൽ ചേർക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹെൽത്തും. അപ്പം ഒരു സർജറിക്ക് 5,000 രൂപ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ആശുപത്രിയിൽ പോകുന്നില്ല. നമുക്ക് സൈക്കോളജിക്കലി നമ്മൾ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ആശുപത്രിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഫോഴ്സസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വലിയ ചെയിൻസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഒരു കൂട്ടം ആശുപത്രികൾ അവരെടുക്കുകയാണ്. അപ്പം അതിലൊന്നും പെടാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ടാവും. അവിടെ ചികിത്സാ ചെലവ് കുറവായിരിക്കും. അവർക്ക് സ്കെയിലിൻ്റെ ഒരു ലിവറേജ് ഉണ്ട്. ആ സ്കെയിലിൻ്റെ ലിവറേജ് വെച്ച് അവർ സപ്ലൈ ചെയിൻ സ്ക്വീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു മരുന്ന് കമ്പനിയോട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ മരുന്ന് ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തോളാം, പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആമസോൺ തന്നെ അവരുടെ മർച്ചൻസിനോട് പറയുന്നത് ആമസോണിൽ ലിസ്റ്റ് ചെയ്ത പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ വേറൊരു സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അവരുടെ സ്കെയിൽ കൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ ലോകത്ത് നടക്കുന്നത്. ഇതൊരു അൺഫെയർ ട്രേഡിംഗ് പ്രാക്ടീസാണ്. ഒബ്വിയസ്ലി ഇത് അൺഫെയർ ട്രേഡിംഗ് പ്രാക്ടീസാണ്. പക്ഷേ ഒരു 10-36 കൊല്ലം ഇന്ത്യയിൽ ജീവിച്ച ഒരാളെന്ന രീതിയിൽ എനിക്ക് 100% പറയാൻ പറ്റും ഇത് ഇന്ത്യയിൽ നടക്കും. രണ്ടാമത്തെ എല്ലാം പറഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എടുത്താൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ വർഷം 14,000 രൂപ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. വർഷം 14,000 രൂപ ഇതിനു വേണ്ടി മുടക്കുന്ന ഒരാളെന്ന രീതിയിൽ സാധാരണ രീതി വരുന്ന 1,00,000 താഴെയുള്ള ബില്ലുകൾ വൺസ് ഇൻ എ വൈൽ വരുന്ന ബില്ലുകൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതെന്നെ ബാങ്ക്രപ്റ്റ് ആയി പോത്തൊന്നുമില്ല. ഇത്തരം ബില്ലുകൾ ഇൻഷുറൻസ് കമ്പനികൾ കണ്ണും പൂട്ടി പേ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഹാപ്പിയാവും. ഓക്കെ, ഇൻഷുറൻസ് എടുത്തത് കാര്യമായി. കാരണം നമ്മൾ ഇൻഷുറൻസ് കമ്പനി നമ്മളെ കവർ ചെയ്തു. ഇതിന് നമ്മൾ വലിയ മൗത്ത് പബ്ലിസിറ്റി കൊടുക്കും. ഈ ഒരു 90% ആൾക്കാർക്കും വരുന്ന മേജർലി വരുന്ന കാര്യങ്ങളൊക്കെ ഈ 1,00,000 രൂപ താഴെയുള്ളതായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴാണ് ബാങ്ക്രപ്റ്റ് ആയി പോകുന്നത്? ഒരു 9,00,000 രൂപയുടെ ബില്ല് വന്നു. അതൊരു സാധാരണക്കാരനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബില്ലാണ്. അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് കമ്പനിയുടെ സഹായം വേണ്ടത്. നമ്മൾ 9,00,000 രൂപ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കണമെങ്കിൽ നമ്മൾ കാണിച്ചിട്ടില്ലാത്ത അഭ്യാസം മൊത്തം കാണിക്കേണ്ടി വരും. ലോകത്തില്ലാത്ത പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണം. എന്നാൽ തന്നെ 9,00,000 രൂപ ഒരു 99% നമുക്ക് കിട്ടത്തില്ല. നമുക്കൊരു 5-6 ലക്ഷം രൂപ 2-3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വലിയ ക്ലെയിംസ് ഇൻഷുറൻസ് കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്നുള്ളത് അത്ര സ്മൂത്തായിട്ടൊരു പ്രോസസ്സല്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു നാട്ടിൽ അത് തീരെ സ്മൂത്തല്ല. അപ്പോൾ എപ്പോഴും ഒരു നല്ല ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഒരു നല്ല പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ നല്ല പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഏത് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ബാധ്യതയുണ്ട്. അത് സിറ്റിസൺസ് എന്ന രീതിയിൽ നമ്മളത് ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അല്ലാത്ത ഗവൺമെൻറ്റുകളെ പണിഷ് ചെയ്യേണ്ടതുണ്ട്. ഒരു സിറ്റിസൺ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് വരുന്ന ഏത് ഗവൺമെൻറ് ആയാലും ഹെൽത്തിലും എഡ്യൂക്കേഷനിലും മുൻഗണന കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്ന രീതിയിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലായി പോകും. അപ്പോൾ ശരി.